ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറയുന്നത് ടാബ്ലാർ കോളം നോക്കിക്കേ. ഇനി ഈ ടാബ്ലാർ കോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ന്യൂട്രിയൻറ്റും എന്താണ്, ആ ന്യൂട്രിയൻ്റെ ക്ലെയിം എന്താണ്, അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്നത്. കാരണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ഉള്ള FSS FSO എക്സാമിനൊക്കെ CFSO എക്സാമിനൊക്കെ നമ്മളിത് ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ആദ്യത്തെ ന്യൂട്രിയൻ്റ് ഏതാണ്? എനർജി ഓർ കലോറി. എനർജി അല്ലെങ്കിൽ കലോറി എന്ന് പറയും. ആ ന്യൂട്രിയൻറ്റിൽ ക്ലെയിം കൊടുക്കുക. നമ്മളിപ്പോൾ പറയുകയാണ് ലോ കലോറി എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ടീഷൻ എന്തായിരിക്കണം? ലോ കലോറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ ലോ കലോറി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ നോട്ട് മോർ ദാൻ 40 കിലോ കലോറി പെർ 100 ഗ്രാം ഫോർ സോളിഡ്സ്. ആ ഒരു ഫുഡ് സബ്സ്റ്റൻസിൽ സോളിഡ് ആയിട്ടുള്ളൊരു ഫുഡ് സബ്സ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർ 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൽ 40 കിലോ കലോറിയിൽ കൂടുതൽ ഉണ്ടാകാനായിട്ട് പാടില്ല. അതായത് സോളിഡ് ആയിട്ടൊരു ഫുഡ് ഐറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ 100 ഗ്രാം ആ ഫുഡ് ഐറ്റം, അതായത് സോളിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റം പെർ 100 ഗ്രാം നമ്മൾ എടുക്കുക. ആ 100 ഗ്രാമിൻ്റെ അകത്ത് 40 കിലോ കലോറിയിൽ കൂടുതൽ ഉണ്ടാകാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ആ സബ്സ്റ്റൻസ് എന്താണെന്ന് പറയാം? നമുക്ക് ലോ കലോറി ആയിട്ടുള്ളതാണെന്ന് പറയാം. ലോ കലോറി പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. ഫുഡ് പ്രൊഡക്റ്റ് എന്താണെന്ന് പറയാം? ലോ കലോറി ഫുഡ് പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. ഇനി ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിലാണെങ്കിൽ എന്താ പറയുന്നത്? 20 കിലോ കലോറി ആയിരിക്കണം. പെർ 100 ml 20 കിലോ കലോറിയിൽ കൂടുതൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഫുഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ലോ കലോറി ആയിട്ടുള്ള ഫുഡ് ഐറ്റം ആണെന്ന് പറയാം. ഓക്കെ, നോക്കിക്കേ, ഒന്നുകൂടി പറയാം. ലോ കലോറി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് എനർജി ന്യൂട്രിയൻറ്റിന് അവിടെ എനർജി നമ്മൾ പറയുമ്പോൾ ലോ കലോറി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ലോ കലോറി ഫുഡ് ഐറ്റം സോളിഡ്സിന്റെ കേസിൽ എത്ര ആയിരിക്കണം? 40 കിലോ കലോറിയിൽ കൂടുതലാകാൻ പാടില്ല പെർ 100 ഗ്രാം. അതെല്ലാം നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. ഇപ്പം ലിക്വിഡ്സ് ആണെങ്കിൽ പെർ 100 ml, മറ്റേ സോളിഡ്സോ സെമി സോളിഡ്സ് ആണെങ്കിൽ പെർ 100 ഗ്രാമിലാണ് നമ്മൾ പറയുന്നത്. അപ്പം എന്താ സോളിഡ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം NMT ആട്ടോ, നോട്ട് മോർ ദാൻ ആണ്. സോളിഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? NMT, നോട്ട് മോർ ദാൻ NMT, നോട്ട് മോർ ദാൻ. ഏതിൻ്റെ കേസിലാണ്? സോളിഡ്സ് ആണെന്ന് പറയാം കേട്ടോ. സോളിഡ്സ് നോട്ട് മോർ ദാൻ 40 കിലോ കലോറി. 40 കിലോ കലോറി. ആൻഡ് ലിക്വിഡ്സ് ആണെന്നുണ്ടെങ്കിൽ സോളിഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? നോട്ട് മോർ ദാൻ 40 കിലോ കലോറി. ഇനിയും ലിക്വിഡ്സ് ആണെന്നുണ്ടെങ്കിൽ നോട്ട് മോർ ദാൻ 20 കിലോ കലോറി അല്ലേ? അപ്പം എനർജി ന്യൂട്രിയൻ ക്ലെയിം എനർജി പറയുമ്പം അവിടെ ലോ കലോറി എന്താ ക്ലെയിം ചെയ്യുന്നത്? നമ്മൾ ലോ കലോറി എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ കണ്ടീഷൻ എന്തായിരിക്കും? സോളിഡ്സ് ആണെങ്കിൽ നോട്ട് മോർ ദാൻ 40 കിലോ കലോറി ആയിരിക്കും പെർ 100 ഗ്രാമിൽ. ലിക്വിഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? 20 കിലോ കലോറിയിലും കൂടാൻ പാടില്ല. നോട്ട് മോർ ദാൻ 20 കിലോ കലോറി. നെക്സ്റ്റ് നമ്മൾ കലോറി ഫ്രീ, ഒട്ടും കലോറി ഇല്ല, കലോറി ഫ്രീ. മറ്റേത് ലോ കലോറി ആണ് പറഞ്ഞത്. ഇവിടെ കലോറി ഫ്രീ
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ലിക്വിഡ് ഐറ്റംസിന് എന്താ പറയുന്നത്? നോട്ട് മോർ ദാൻ 4 കിലോ കലോറി. നോട്ട് മോർ ദാൻ 4 കിലോ കലോറി ആണ് അല്ലേ? കലോറി ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് 4 കിലോ കലോറിയിൽ കൂടുതൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എനർജി കണ്ടന്റ് 4 കിലോ കലോറിയിൽ കൂടാനായിട്ട് പാടില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് കലോറി ഫ്രീ ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പറയുന്നത് ഫാറ്റ് ആണ്. ഫാറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻറ്റിൽ പറയുകയാണ് ലോ ഫാറ്റ് ആണ്. ലോ ഫാറ്റ് ആണെന്നുണ്ടെങ്കിൽ സോളിഡ് ഐറ്റംസിലാണെന്നുണ്ടെങ്കിൽ സോളിഡ്സിൽ നോട്ട് മോർ ദാൻ 3 gram ആണ് കേട്ടോ. നോട്ട് മോർ ദാൻ 3 gram ആണ് സോളിഡ് കേസിൽ. ആൻഡ് ലിക്വിഡ്സിൽ എന്താണ്? ലിക്വിഡ്സിൽ നോട്ട് മോർ ദാൻ 1.5 gram. ഓക്കെ, നോട്ട് മോർ ദാൻ 1.5 gram ആണ് ലോ ഫാറ്റ്. ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് ഫാറ്റ് ന്യൂട്രിയൻ ഫാറ്റ് പറയുമ്പം അതിലുള്ള ക്ലെയിം എന്ന് പറയുമ്പോൾ ലോ ഫാറ്റ് എന്ന് നമ്മൾ ഒരു ലേബലിൽ കാണുവാണെങ്കിൽ അതെന്താ ഉദ്ദേശിക്കുന്നത്? അവിടെ 100 gram ഓഫ് സോളിഡ്സിൽ 3 ഗ്രാമിൽ കൂടുതൽ എന്തുണ്ടാവാൻ പാടില്ല? ഫാറ്റ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ലിക്വിഡ്സിന്റെ കേസിൽ എന്താണ്? 1.5 ഗ്രാമിൽ കൂടുതലും ഉണ്ടാവാനായിട്ട് പാടില്ല. നെക്സ്റ്റ് ഫാറ്റ് ഫ്രീ. ഫാറ്റ് ഫ്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെയും ഈ പറഞ്ഞ പോലെ നോട്ട് മോർ ദാൻ 0.5 gram ഓഫ് ഫാറ്റ് പെർ 100 gram ഫോർ സോളിഡ്സ് ഓർ 100 ml ഫോർ ലിക്വിഡ്സ്. രണ്ടിലും അത് തന്നെയാണ് പറയുന്നത് അല്ലേ? ലിക്വിഡ് സോളിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ്സിലും എന്താണ്? നോട്ട് മോർ ദാൻ 0.5 gram. ഓക്കെ, നോട്ട് മോർ ദാൻ 0.5 gram. അപ്പം നോക്കിക്കേ എനർജി അല്ലെങ്കിൽ എനർജി കണ്ടന്റ് നമ്മൾ പറയുമ്പോൾ എനർജി അല്ലെങ്കിൽ കലോറീസ് നമ്മൾ പറയുമ്പോഴത്തേക്ക് അവിടെ ക്ലെയിം ചെയ്യുന്നത് നമ്മൾ എന്താ? ലോ കലോറി ആണെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത്? സോളിഡ്സിന്റെ കേസിൽ നോട്ട് മോർ ദാൻ 40 കിലോ കലോറിയും ലിക്വിഡ്സിന്റെ കേസിൽ നോട്ട് മോർ ദാൻ 20 കിലോ കലോറിയുമാണ്. ഇനി കലോറി ഫ്രീ ആണെന്നുണ്ടെങ്കിലോ അവിടെയും നോട്ട് മോർ ദാൻ 4 കിലോ കലോറി ഇൻ കേസ് ഓഫ് ലിക്വിഡ്സ്. ഓക്കെ, ഇനി ഫാറ്റ് പറയുമ്പോൾ നോക്കിക്കേ ലോ ഫാറ്റ് പറയുമ്പോൾ നമ്മൾ സോളിഡ്സിന്റെ കേസിൽ നോട്ട് മോർ ദാൻ 3 gram ആൻഡ് ലിക്വിഡ്സിന്റെ കേസിൽ നോട്ട് മോർ ദാൻ 1.5 gram. ഫാറ്റ് ഫ്രീ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? സോളിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ്സ് ആണെന്നുണ്ടെങ്കിലും അവിടെ എന്താണ്? നോട്ട് മോർ ദാൻ 0.5 gram. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ കേസിൽ നോക്കിക്കേ. സാച്ചുറേറ്റഡ് ഫാറ്റ് ലോ ആണെന്ന് പറയുക എന്ന് വെച്ചാൽ എന്താണ്? അവിടെ നോട്ട് മോർ ദാൻ 1.5 gram per 100 gram for solids or 0.75 gram per 100 ml for liquids. ഇവിടെയും എന്താണ്? സോളിഡ്സിന്റെ കേസിൽ എന്താണ്? നോട്ട് മോർ ദാൻ 1.5 gram. ഓക്കെ, നോട്ട് മോർ ദാൻ 1.5 gram ആൻഡ് ലിക്വിഡ്സിന്റെ കേസിൽ എന്താണ്? നോട്ട് മോർ ദാൻ 0.75 gram. ഓക്കെ, സാച്ചുറേറ്റഡ് ഫാറ്റ് എങ്ങനെയാണ്? ലോ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോളിഡിന്റെ കേസിൽ എന്താണ്? അവിടെ നോട്ട് മോർ ദാൻ 1.5 gram ആണ് അല്ലേ? സാച്ചുറേറ്റഡ് ഫാറ്റ് 1.5 ഗ്രാമിന് കൂടുതലാകാൻ പാടില്ല. ലിക്വിഡ്സിന്റെ കേസ് വരുമ്പോഴത്തേക്ക് 0.7 ഗ്രാമിന് കൂടുതലും ആകാനായിട്ട് പാടില്ല. ഇനിയോ സാച്ചുറേറ്റഡ് ഫാറ്റ് ഫ്രീ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഫ്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 0.1 ഗ്രാമിൽ കൂടാനായിട്ട് പാടില്ല അല്ലേ? നോട്ട് മോർ ദാൻ 0.1 gram per 100 gram or 100 ml of food എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെദർ ഇറ്റ് ഈസ് സോളിഡ് ഓർ ലിക്വിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 0.1 ഗ്രാമിന് കൂടുതലാകാനായിട്ട് പാടില്ല അല്ലേ? അങ്ങനെ ഉള്ളെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് സാച്ചുറേറ്റഡ് ഫാറ്റ് ഫ്രീ ആണെന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഷുഗറിന്റെ കേസാണ്. ലോ ഷുഗർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
സോളിഡ്സിന്റെ കേസിൽ എത്രയാ പറയാം 5 gram of sugars per 100 gram for solids. സോളിഡ്സിന്റെ കേസിൽ നോട്ട് മോർ ദാൻ എന്താണ് നോട്ട് മോർ ദാൻ 5 gram. ഓക്കെ, ഇനി ലിക്വിഡ്സിന്റെ കേസിലാണെങ്കിലോ നോട്ട് മോർ ദാൻ 2.5 gram അല്ലേ. ഷുഗർ സോളിഡ് ആയിട്ടുള്ള ഫുഡിന്റെ കേസിൽ 5 ഗ്രാമിൽ കൂടുതലാകാൻ പാടില്ല. ലിക്വിഡ് ആയിട്ടുള്ള ഫുഡിന്റെ കേസ് ആണെങ്കിൽ 2.5 ഗ്രാമിന് കൂടുതലാകാനായിട്ടും പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ഷുഗർ ഫ്രീ. ലോ ഷുഗർ പറഞ്ഞു, ഇനി ഷുഗർ ഫ്രീ. ഷുഗർ ഫ്രീ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നോട്ട് മോർ ദാൻ 0.5 gram ഓഫ് ഷുഗേഴ്സ് per 100 gram for solids or 100 ml of liquids. Solids or liquids not more than 0.5 gram. 0.5 ഗ്രാമിൽ സോളിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ്സ് ആണെന്നുണ്ടെങ്കിലും 0.5 ഗ്രാമിൽ ഷുഗർ ഉണ്ടാവാനായിട്ട് പാടില്ല. നെക്സ്റ്റ് ഷുഗർ മനസ്സിലായല്ലോ. ഇനി നമ്മൾ സോഡിയം പറയുവാണ്. സോഡിയം നോക്കിക്കേ, ലോ സോഡിയം. ലോ സോഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? It is not more than 0.12 gram of sodium per 100 gram of solids or 100 ml of liquids. Solids or liquids ഇവിടെ എടുക്കുവാണെന്ന് ഉണ്ടെങ്കിൽ NMT not more than എന്താണ് 0.12 gram. 0.12 ഗ്രാമിൽ കൂടുതലാകാനായിട്ട് പാടില്ല സോഡിയം. ലോ സോഡിയം എന്ന് ഉദ്ദേശിക്കുന്നത് സോഡിയം കണ്ടന്റ് സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ 0.12 ഗ്രാമിൽ കൂടുതലാകാനായിട്ട് പാടില്ല. ഓക്കെ, ഇത്രയും ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ. എനർജി കണ്ടന്റ്, എനർജി വാല്യൂ പറയുകയാണ്. എനർജി അല്ലെങ്കിൽ കലോറി. ലോ കലോറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലോ കലോറി എന്ന് പറയുന്നത് ലോ കലോറി എന്നൊരു ഫുഡ് ഐറ്റമിൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? സോളിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ 40 കിലോ കലോറിനേക്കാളും എനർജി ഉണ്ടാവാനായിട്ട് പാടില്ല അല്ലെ. നോട്ട് മോർ ദാൻ 40 കിലോ കലോറി. ലിക്വിഡ്സിന്റെ കേസിലാണെങ്കിൽ 20 കിലോ കലോറിയിൽ കൂടുതൽ ഉണ്ടാവാനായിട്ട് പാടില്ല. നോട്ട് മോർ അത് നോട്ട് മോർ ദാൻ അത് ഓർത്ത് വെച്ചേക്കണം. NMT നോട്ട് മോർ ദാൻ എന്താണ് 20 കിലോ കലോറി ഇൻ കേസ് ഓഫ് ലിക്വിഡ്സ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. കലോറി ഫ്രീ. കലോറി ഫ്രീ ആണെന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എന്താ പറയുന്നത്? ലിക്വിഡ്സിന്റെ കേസിൽ 4 കിലോ കലോറിയിൽ കൂടുതൽ ആകാനായിട്ട് പാടില്ല അല്ലെ. എനർജി 4 കിലോ കലോറിയിലായിട്ട് കൂടുതൽ ഉണ്ടാവാനായിട്ട് പാടില്ല. എന്തില്? കലോറി ഫ്രീ ആയിട്ടുള്ളതിൽ. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഫാറ്റ്. അപ്പൊ ഇത് രണ്ട് ക്ലിയർ ആയല്ലോ. ലോ കലോറി എന്ന് പറയുമ്പോഴത്തേക്ക് 20 കിലോ കലോറിയിൽ കൂടുതൽ എവിടെ ഉണ്ടാവാൻ 40 കിലോ കലോറിയിൽ കൂടുതൽ എവിടെ ഉണ്ടാവാൻ പാടില്ല? സോളിഡ്സിലും. 20 കിലോ കലോറിയിൽ കൂടുതൽ എവിടെ ഉണ്ടാവാൻ പാടില്ല? ലിക്വിഡ്സിലും. പിന്നെ കലോറി ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറഞ്ഞത്? 4 കിലോ കലോറിയിലായിട്ട് കൂടുതൽ ഉണ്ടാവാൻ പാടില്ല ഫുഡ് ഐറ്റംസിൽ. സോളിഡ് ഓർ ലിക്വിഡ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 4 കിലോ കലോറിയിൽ കൂടുതലാവാൻ പാടില്ല. നെക്സ്റ്റ് ഫാറ്റ് എന്താ പറഞ്ഞത്? ലോ ഫാറ്റ്. ലോ ഫാറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോളിഡ്സിന്റെ കേസിൽ 3 ഗ്രാമിൽ കൂടുതലാവാൻ പാടില്ല. പിന്നെയോ ലിക്വിഡ്സിന്റെ കേസിൽ 1.5 ഗ്രാമിലും കൂടുതലാവാൻ പാടില്ല. സോളിഡ്സിന്റെ കേസിൽ 3 ഗ്രാമും കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. ലിക്വിഡ്സിന്റെ കേസിൽ 1.5 ഗ്രാമിലും കൂടുതലും കാണാനായിട്ട് പാടില്ല. ഇനിയും ഫാറ്റ്. ഇനി ഫാറ്റ് ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് സോളിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ്സിന്റെ കേസിൽ നോട്ട് മോർ ദാൻ 0.5 ഗ്രാം അല്ലേ. 0.5 ഗ്രാമിൽ കൂടുതൽ ഉണ്ടാവാനായിട്ട് പാടില്ല സോളിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ. ഫാറ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ ഫാറ്റ് കണ്ടന്റ് 0.5 ഗ്രാമിലും കൂടാനായിട്ട് പാടില്ല. നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? സാച്ചുറേറ്റഡ് ഫാറ്റ്. സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സാച്ചുറേറ്റഡ് ഫാറ്റ് ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ സോളിഡ്സിന്റെ കേസിൽ എത്രയാവാൻ പാടില്ല? നോട്ട് മോർ ദാൻ 1.5 ഗ്രാം. നോട്ട് മോർ ദാൻ 1.5 ഗ്രാം. ആൻഡ് ലിക്വിഡ്സിന്റെ കേസിലോ നോട്ട് മോർ ദാൻ 0.75 ഗ്രാം. സോളിഡ്സിന്റെ കേസിൽ 1.5 ഗ്രാമിൽ കൂടുതലാവാൻ പാടില്ല. ലിക്വിഡ്സിന്റെ കേസിൽ 0.75 ഗ്രാമിലും കൂടുതലാവാൻ പാടില്ല.
ഇനിയും സാച്ചുറേറ്റഡ് ഫാറ്റ് ഫ്രീ എന്ന് കാണിക്കുവാണെങ്കിൽ എന്താണ് ഫുഡ് എത്ര 100 ml ഓഫ് ഫുഡ് എടുക്കുകയാണെന്ന് വെദർ ഇറ്റ് ഈസ് സോളിഡ് ഓർ ലിക്വിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0.1 ഗ്രാമിനും കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് പാടില്ല സാച്ചുറേറ്റഡ് ഫാറ്റ്. ഇനിയും ഷുഗറിന്റെ കാര്യം പറഞ്ഞപ്പോഴോ ലോ ഷുഗർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ പറയുന്നത് സോളിഡ്സിന്റെ കേസിൽ എന്താ പറഞ്ഞത് 5 ഗ്രാം കൂടുതൽ പാടില്ല അല്ലേ ഷുഗേഴ്സ്. ലോ ഷുഗർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതായത് ഫുഡ് ലേബലിൽ ലോ ഷുഗർ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ടെന്നുണ്ട് ലേബൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് 5 ഗ്രാമിൽ കൂടുതൽ ഷുഗർ ഇല്ല എന്നാണ് അതിന്റെ മീനിങ് അല്ലേ. 100 gram ഓഫ് പെർ 100 gram ഫോർ സോളിഡ്സ് എടുക്കുവാണെങ്കിൽ അതിൽ 5 gram ഷുഗറിൽ കൂടുതൽ ഉണ്ടാവാനായിട്ട് പാടില്ല. ലിക്വിഡ്സിന്റെ കേസിലോ 2.5 ഗ്രാമിലും കൂടുതൽ ആകാൻ പാടില്ല. ഇനിയും ഷുഗർ ഫ്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഷുഗർ ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് സോളിഡ്സ് ആണെങ്കിൽ ലിക്വിഡ്സിന്റെയും കേസിൽ 0.5 ഗ്രാമിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല അല്ലേ 0.5 ഗ്രാമിൽ കൂടുതൽ ഉണ്ടാവാനായിട്ട് പാടില്ല ഷുഗർ ഫ്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ന്യൂട്രിയന്റ് ഏതാ പറയുന്നത് സോഡിയം എന്താ പറയുന്നത് സോഡിയത്തിൽ ലോ സോഡിയം എന്ന് ലേബൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് അവിടെ 0.12 ഗ്രാമിന് കൂടുതലും സോഡിയം ഉണ്ടാവാൻ പാടില്ല. ലോ സോഡിയം എന്ന് പറഞ്ഞാൽ 0.12 ഗ്രാമിനേക്കാളും കൂടുതൽ അവിടെ സോഡിയം ഉണ്ടാവാനായിട്ട് പാടില്ല. ഇനി നെക്സ്റ്റ് നോക്കി 2 ടാബ്ലർ കോളം നമ്മൾ ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് നോക്കിക്കേ ഡയറ്ററി ഫൈബർ നോക്കിക്കേ. ഡയറ്ററി ഫൈബർ കിട്ടുന്ന സോഴ്സ് എവിടാണോ നമുക്ക് ഡയറ്ററി ഫൈബറിന്റെ സോഴ്സ് അത് പറയുന്നത് എന്താണ് ആ കിട്ടുന്ന സോഴ്സിൽ ആ പ്രോഡക്റ്റിൽ എന്തുണ്ടാവണം പ്രോഡക്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 3 gram ഓഫ് ഫൈബർ per 100 gram or 1.5 gram per 100 kilocalorie. ആ പ്രോഡക്റ്റിൽ എന്തുണ്ടായിരിക്കണം എത്രയായിരിക്കണം അറ്റ്ലീസ്റ്റ് 3 gram ഓഫ് ഫൈബർ ഉണ്ടായിരിക്കണം അല്ലേ പെർ 100 ഗ്രാമിൽ അറ്റ്ലീസ്റ്റ് 3 gram ഓഫ് ഫൈബർ ഉണ്ടായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പെർ 100 kilocalorie എത്ര ഉണ്ടായിരിക്കണം 1.5 gram ഉണ്ടായിരിക്കണം. എന്താണ് ഡയറ്ററി ഫൈബർ സോഴ്സ് ആ ഏത് പ്രൊഡക്റ്റ് ആ സോഴ്സ് ഏതാണോ അതിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ഹൈ ഫൈബർ അല്ലെങ്കിൽ റിച്ച് ഫൈബർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് ഹൈ ഫൈബർ അല്ലെങ്കിൽ ഫൈബർ റിച്ച് എന്ന് അല്ലെങ്കിൽ ഫൈബർ ഹൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അവിടെ ദ പ്രോഡക്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 6 gram per 100 gram അല്ലേ അതിൻ്റെ അകത്ത് എന്തുണ്ട് ആ ഫൈബർ റിച്ച് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിൽ എത്ര ഉണ്ടായിരിക്കും ഫൈബർ അറ്റ്ലീസ്റ്റ് 6 gram ഉണ്ടായിരിക്കും പെർ 100 ഗ്രാമിൽ 6 gram ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പെർ 100 kilocalorie എത്ര ഉണ്ടായിരിക്കും 3 gram ഉണ്ടായിരിക്കും അല്ലേ പെർ 100 kilocalorie 3 gram ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം ഫൈബർ റിച്ച് ആണ് അല്ലെങ്കിൽ ഹൈ ഫൈബർ ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് അത് ക്ലിയർ ആയല്ലോ. ഇനിയും അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഹൈ ആണെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അറ്റ്ലീസ്റ്റ് 70% ഓഫ് ദ ഫാറ്റി ആസിഡ് present in the product are derived from unsaturated fat അല്ലേ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൽ ഉള്ള 70% ഓളം ഫാറ്റി ആസിഡും എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ നിന്നാണ്. 70% ഓഫ് ഫാറ്റി ആസിഡും നമ്മുടെ പ്രൊഡക്റ്റിലുള്ള അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്റ്റിലുള്ള 70% ഓഫ് ഫാറ്റി ആസിഡും ഡിറൈവ് ചെയ്യുന്നത് എവിടെ നിന്നാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ നിന്നാണ്. അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് പ്രൊവൈഡ് മോർ ദാൻ 20% ഓഫ് എനർജി ഓഫ് ദ പ്രൊഡക്റ്റ് അല്ലേ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എത്ര എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് മോർ ദാൻ 20% എനർജിയാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് ജസ്റ്റ് അതിൽ പറഞ്ഞേക്കുന്നതാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഹൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താണ് അതിൽ 70% ഓഫ് ഫാറ്റി ആസിഡും അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ നിന്നാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എത്ര എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് മോർ ദാൻ 20% ഓഫ് എനർജി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താ പറയുന്നത് ട്രാൻസ് ഫാറ്റ് നമ്മുടെ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഫാറ്റ് അതാണ് ട്രാൻസ് ഫാറ്റ്. അപ്പോൾ ട്രാൻസ് ഫാറ്റ് ഫ്രീ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതാണ് ഒരു വട്ടം ക്വസ്റ്റിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രാൻസ് ഫാറ്റ് ഫ്രീ എന്താ ദ ഫുഡ് കണ്ടെയ്ൻ ലെസ് ദാൻ 0.2 gram ട്രാൻസ് ഫാറ്റ് പെർ 100 gram or 100 ml ഓഫ് ഫുഡ് അല്ലേ
ഒരു ഫുഡിൽ 0.2 ഗ്രാമിൽക്കാളും കുറവാണ് ട്രാൻസ് ഫാറ്റ് എങ്കിൽ പെർ 100 ഗ്രാമിൽ പെർ 100 ml എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 0.2 ഗ്രാം ആണ് ട്രാൻസ് ഫാറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ട്രാൻസ് ഫാറ്റ് ഫ്രീ ആണെന്ന് പറയാം കേട്ടോ. ട്രാൻസ് ഫാറ്റ് ഫ്രീ ആണെന്ന് പറയാം. നെക്സ്റ്റ് എന്താ? കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ലോ കൊളസ്ട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 20 mg കൊളസ്ട്രോൾ പെർ 100 gram for solids and 1.5 gram saturated fat per 100 gram for solids. 100 gram solidsന്റെ കേസിൽ per 100 gram എടുക്കുകയാണെങ്കിൽ ലോ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് 20 mg ആയിരിക്കും. ആൻഡ് സോളിഡ്സ് fat per 100 gram for and 1.5 gram saturated fat ആയിരിക്കും അല്ലേ? 20 mg കൊളസ്ട്രോളും അതുപോലെ തന്നെ 1.5 gram സാച്ചുറേറ്റഡ് ഫാറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്നത് ലോ കൊളസ്ട്രോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? പ്രോട്ടീൻ. പ്രോട്ടീനും മറ്റേ നമ്മൾ ഡയറ്ററി ഫൈബർ പറഞ്ഞ പോലെ സോഴ്സ് പറയുവാണ്. എന്താണ്? 10% of RDA per 100 gram for solids and 5% of RDA per 100 ml for liquids and 5% RDA per 100 kilocalorie. നമ്മൾ RDA എന്താണ്? ഡെയിലി റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് ആണ് എന്ന് പറയുന്നത് RDA എന്ന് പറയുന്നത്. RDA എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോട്ടീൻ സോഴ്സ്. 100 gram സോളിഡ്സിന് എത്രയേ പാടുള്ളൂ? 10% മാത്രമേ പാടുള്ളൂ. പിന്നെ 100 ml ഓഫ് ലിക്വിഡ്സ് എടുക്കുവാണെങ്കിലോ 5% 100 ml ഓഫ് ലിക്വിഡ്സിന്. പിന്നെ പെർ 100 കിലോ കാലോറി എടുക്കുകയാണെങ്കിൽ RDA റെക്കമെൻഡഡ് എത്രയാണ്? 5% ആണ് കേട്ടോ. 5% ആണ്. സോ പെർസെൻറ്റേജ് ഡെയിലി വാല്യൂ ആണ് അതിൻ്റെ അത് പറഞ്ഞേക്കുന്നത്. കണ്ടീഷൻസ് പ്രോട്ടീൻ്റെ സോഴ്സിൽ എന്താണ്? 10% ഓഫ് RDA ആയിരിക്കണം പെർ 100 gram സോളിഡ്സിന്. പിന്നെ 5% ആയിരിക്കണം എന്ത്? 100 ml ഫോർ ലിക്വിഡ്സിന് ആൻഡ് 5% ഫോർ RDA ആയിരിക്കണം പെർ 100 കിലോ കാലോറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 100 gram ഓഫ് സോളിഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 20% ആണ് ഡെയിലി റെക്കമെൻഡഡ് വാല്യൂ എന്ന് പറയുന്നത്. 100 ml ഓഫ് ലിക്വിഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10% ആണ് അതിൽ ഡെയിലി റെക്കമെൻഡഡ് വാല്യൂ. പെർ 100 കിലോ കാലോറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10% ആണ് അതിൽ എന്തുകൊണ്ട് ഡെയിലി റെക്കമെൻഡഡ് അലവൻസ് എന്ന് പറയുന്നത്. എന്ത്? പ്രോട്ടീൻ ഹൈ ആണെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 100 gram ഓഫ് സോളിഡ്സിൽ 20% ഉണ്ടായിരിക്കണം. പിന്നെ ലിക്വിഡ്സിൻ്റെ കേസിൽ 10% ഉണ്ടായിരിക്കണം. 100 കിലോ കാലോറി ആണെന്നുണ്ടെങ്കിലും 10% ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, നമ്മൾ പറയുന്നത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. വൈറ്റമിൻസോ മിനറൽസ് അതിൻ്റെ സോഴ്സ് എത്രയാണ് വേണ്ടത്? അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് പറയുന്നത്? അറ്റ്ലീസ്റ്റ് 15% എന്തുണ്ടായിരിക്കണം? ആ സോഴ്സിൽ വൈറ്റമിൻ്റെ കണ്ടന്റ് ഉണ്ടായിരിക്കണം. 100 gram സോളിഡ്സ് പെർ 100 gram സോളിഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 15% എന്താണ്? വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താണ്? 100 ml പെർ 100 ml ഓഫ് ലിക്വിഡ്സിൽ എത്രയാണ് വേണ്ടത്? 7.5% ആണ് എന്തിൽ വേണ്ടത്? 100 ml ഓഫ് ലിക്വിഡ്സിൽ വേണ്ടത്. ഇനി വൈറ്റമിൻ ഹൈ വൈറ്റമിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൽ 100 gram എടുക്കുകയാണെങ്കിൽ 30% ആണ് കേട്ടോ. സോളിഡ്സിൻ്റെ കേസിൽ 30% ആണ് സോളിഡ്സിൻ്റെ കേസിൽ. പിന്നെ ലിക്വിഡ്സിൻ്റെ കേസിൽ എത്രയാണ്? 15% ആണ് ലിക്വിഡ്സിൻ്റെ കേസിൽ. പെർ 100 ml ഓഫ് ലിക്വിഡ്സിൽ എത്രയാണ്? 15% ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രൊബയോട്ടിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമ്മുടെ പ്രൊബയോട്ടിക് ഓർഗാനിസംസ് ഒക്കെ നമുക്കറിയാം അല്ലേ? കേർഡിലൊക്കെ കാണപ്പെടുന്നതാണ് പ്രൊബയോട്ടിക് ഓർഗാനിസം. ഇൻറ്റസ്റ്റൈനിൽ ഗുഡ് ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ലൈവ് മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊബയോട്ടിക്സ് എന്ന് പറയുക. അപ്പോൾ പ്രൊബയോട്ടിക്സിൻ്റെ സോഴ്സ് ഒക്കെ എടുക്കുമ്പോൾ അതിലുള്ള കണ്ടീഷൻ അതിൽ നമ്മൾ ആ ലൈവ് മൈക്രോ ഓർഗാനിസംസ് എത്രയുണ്ടെന്ന് വേണം പറയാം. പ്രൊബയോട്ടിക് മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ പറയുന്നത് CFUയിലാണ് കേട്ടോ. CFU എന്ന് പറയുന്നത് എന്താണ്? കോളനി ഫോമിംഗ് യൂണിറ്റ്. കോളനി ഫോമിംഗ് യൂണിറ്റ് ആണ് CFU എന്ന് പറയുന്നത്. അപ്പം അതിൽ എന്തുണ്ടായിരിക്കണം? ഗ്രേറ്റർ ദാൻ 108 CFU ഉണ്ടായിരിക്കണം. പെർ സെർവിങ് സൈസ് പെർ ഡേ. ഒരു ഡേ സെർവ് ചെയ്യുന്നതിൽ ആ പ്രോഡക്റ്റിൽ എത്ര ഉണ്ടായിരിക്കണം? ഗ്രേറ്റർ ദാൻ 108 CFU ആണ് വേണ്ടത് കേട്ടോ. 108 ആണ് വേണ്ടത്.
അപ്പം ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രിയൻറ്റ് ക്ലെയിം എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? എനർജിയുടെ കാര്യം എന്താ നമ്മൾ പറഞ്ഞത്? കാലോറി, ലോ കാലോറി ആണെങ്കിൽ സോളിഡ്സിന്റെ കേസിൽ 40 കിലോ കലോറിയിൽ കൂടുതലാകാൻ പാടില്ല. ലിക്വിഡ്സിന്റെ കേസിൽ 20 കിലോ കലോറിയിൽ കൂടുതലാകാനും പാടില്ല. കലോറി ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലിക്വിഡ് ഐറ്റംസ് ആയിട്ടുള്ള ഫുഡിൽ 4 കിലോ കലോറിയിൽ കൂടുതൽ എന്തുണ്ടാവാൻ പാടില്ല? എനർജി അല്ലെങ്കിൽ കലോറി ഉണ്ടാവാനായിട്ട് പാടില്ല. ഫാറ്റിന്റെ കേസ് വന്നപ്പോൾ ലോ ഫാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സോളിഡ്സിന്റെ കേസിൽ 3 ഗ്രാമിൽ കൂടുതലാകാൻ പാടില്ല. ലിക്വിഡ്സിന്റെ കേസിൽ 1.5 ഗ്രാമിലും കൂടുതലാകാൻ പാടില്ല. ഫാറ്റ് ഫ്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോളിഡോ ലിക്വിഡ് ഐറ്റംസിൽ 0.5 ഗ്രാമിൽ കൂടുതൽ ഉണ്ടാവാനായിട്ട് പാടില്ല. ഇനിയും നെക്സ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? സാച്ചുറേറ്റഡ് ഫാറ്റ് പറയുമ്പോഴത്തേക്ക് എന്താണ്? സോളിഡ്സിന്റെ കേസിൽ 1.5 ഗ്രാമിൽ കൂടുതലാകാൻ പാടില്ല. ലിക്വിഡ്സിന്റെ കേസിൽ 0.75 ഗ്രാമിലും കൂടുതലാവാൻ പാടില്ല. പിന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ എന്താണ്? ഫുഡിൽ 0.1 ഗ്രാമിൽ കൂടുതലാകാനായിട്ട് പാടില്ല. ഷുഗറിന്റെ കേസ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ലോ ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്ക് സോളിഡ്സിന്റെ കേസിൽ 5 ഗ്രാം ഷുഗറിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. ലിക്വിഡ്സിന്റെ കേസിൽ 2.5 ഗ്രാം ഷുഗേഴ്സിലും കൂടുതൽ ഉണ്ടാവാനായിട്ട് പാടില്ല. ഷുഗർ ഫ്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലിക്വിഡ്സ് അല്ലെങ്കിൽ സോളിഡ്സിൽ 0.5 ഗ്രാമിൽ കൂടുതൽ ഷുഗർ കണ്ടന്റ് ഉണ്ടാവാൻ പാടില്ല. സോഡിയത്തിന്റെ കേസിൽ ലോ സോഡിയം എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡ്സ് അല്ലെങ്കിൽ സോൾട്സിന്റെ കേസിൽ 0.12 ഗ്രാമിൽ കൂടുതലാകാൻ പാടില്ല. പിന്നെ ഡയറ്ററി ഫൈബറിൽ സോഴ്സിൽ എത്ര ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്? 3 ഗ്രാം ആയിരിക്കണം. 100 ഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഗ്രാം, 100 കിലോ കലോറി ആണെങ്കിൽ 1.5 ഗ്രാം ആയിരിക്കണം എന്ന് പറഞ്ഞു. ഫൈബർ റിച്ച് ആണെന്ന് പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 ഗ്രാം ഉണ്ടായിരിക്കണം പെർ 100 ഗ്രാമിൽ. അല്ലെങ്കിൽ 100 കിലോ കലോറിയിൽ എത്ര ഉണ്ടായിരിക്കണം? 3 ഗ്രാം ഉണ്ടായിരിക്കണം. ഇനി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഹൈ ആണെന്ന് പറയുമ്പോഴത്തേക്ക് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്തോരം എനർജിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? മോർ ദാൻ 20% ഓഫ് എനർജി ഓഫ് ദ പ്രൊഡക്റ്റ് അല്ലേ. നെക്സ്റ്റ് ട്രാൻസ് ഫാറ്റ് ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് 100 ഗ്രാം അല്ലെങ്കിൽ 100 ml ഓഫ് ഫുഡ് എടുക്കുമ്പോൾ 0.2 ഗ്രാമിൽ കൂടുതലാകാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ അതിലും കുറവായിരിക്കണം. ലെസ് ദാൻ 0.2 ഗ്രാം ആയിരിക്കണം. കൊളസ്ട്രോൾ പറയുമ്പോൾ ലോ കൊളസ്ട്രോളിൽ എന്തൊക്കെയാണ്? 20 mg കൊളസ്ട്രോൾ കണ്ടന്റ് ഉണ്ടാവാൻ പാടുള്ളൂ പെർ 100 ഗ്രാം ഫോർ സോളിഡ്സിലും. ലിക്വിഡ്സിന്റെ കേസ് വരുമ്പോഴത്തേക്ക് സോളിഡ്സിന്റെ കേസിൽ തന്നെ 20 mg കൊളസ്ട്രോൾ പെർ 100 ഗ്രാം ആൻഡ് 1.5 ഗ്രാം സാച്ചുറേറ്റഡ് ഫാറ്റ് പെർ 100 ഗ്രാം ആയിരിക്കണം. നെക്സ്റ്റ് പ്രോട്ടീൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ സോഴ്സിൽ എത്ര പറഞ്ഞേക്കുന്നത്? 10% RT ആയിരിക്കണം പെർ 100 ഗ്രാം ഫോർ സോളിഡ്സിൽ. പിന്നെ ലിക്വിഡ്സ് വരുമ്പോഴത്തേക്കും 5% ആൻഡ് പെർ 100 കിലോ കലോറി ആകുമ്പോഴത്തേക്ക് അതിലും 5% ആയിരിക്കും ഡെയിലി റെക്കമെൻഡഡ് അലവൻസ് എന്ന് പറയുന്നത്. ഡെയിലി അലവൻസ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ ഹൈ ആണെന്നുണ്ടെങ്കിൽ സോളിഡ്സിന്റെ കേസിൽ 20% ആയിരിക്കും. ലിക്വിഡ്സിന്റെ കേസിൽ 10% ആയിരിക്കും. പെർ 100 കിലോ കലോറി എടുക്കുമ്പോൾ 10% ആയിരിക്കും. വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ് പറയുമ്പോഴത്തേക്ക് സോഴ്സ് എത്ര ആയിരിക്കണം? അറ്റ്ലീസ്റ്റ് 15% ആയിരിക്കണം ഫോർ RDA അല്ലേ. വൈറ്റമിൻസ് ഓർ മിനറൽസ് പെർ 100 ഗ്രാം ഓഫ് സോളിഡ്സിൽ. ലിക്വിഡ്സിന്റെ കേസ് വരുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കണം? 7.5% ആയിരിക്കണം. ഇനി വൈറ്റമിൻ ഹൈ എന്ന് പറയുമ്പോഴത്തേക്ക് സോളിഡ്സിന്റെ കേസിൽ എത്ര ആയിരിക്കണം? 30% ആണ് പറയുന്നത്. ലിക്വിഡ്സിന്റെ കേസിൽ 15% ആണ് RDA പറയുന്നത്. 15% ഓഫ് RDA ആണ്. പ്രൊബയോട്ടിക് ആയിട്ടാണ് പറയുമ്പോഴത്തേക്ക് ലൈവ് കൾച്ചർ എത്ര ആയിരിക്കണം? പ്രോഡക്റ്റ് കണ്ടെയ്ൻ ഗ്രേറ്റർ ദാൻ 108 CFU കോളനി ഫോമിംഗ് യൂണിറ്റ്സ് ഉണ്ടായിരിക്കണം അല്ലേ. പെർ ഡേ സെർവിങ് സൈസിൽ എത്ര ഉണ്ടായിരിക്കണം? ഗ്രേറ്റർ ദാൻ 108 CFU ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻറ്റും അതിൻ്റെ ക്ലെയിമും കണ്ടീഷനും പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇത്. ഈ ഒരു ടാബ്ലർ കോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിത് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? എന്താണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് പഠിച്ചത്? എന്താണ് ന്യൂട്രീഷണൽ ലേബലിംഗ് എന്താണെന്ന് പഠിച്ചു അല്ലേ. ഏറ്റവും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ന്യൂട്രീഷണൽ ലേബലിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ചാർട്ടാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ന്യൂട്രീഷണൽ ലേബലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ നമ്മൾ അതിൽ പറഞ്ഞത്?
ഈ പറയുന്ന പോലെ ഒരു പാക്കേജിങ്ങിൽ അല്ലേ, ഒരു ഫുഡിൻ്റെ പാക്കേജിൽ വെക്കുന്ന ലേബലിൽ എന്താ ന്യൂട്രീഷണൽ ഇൻഫോർമേഷൻ കൊടുക്കണം അല്ലേ. കൺസ്യൂമർ ഹെൽത്ത് അല്ലെ പബ്ലിക് ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. എന്തോരം അതിൽ ന്യൂട്രിയൻ ഡിക്ലറേഷൻ്റെ കാര്യം, സെർവിങ് സൈസ്, പെർസെൻറ്റേജ് റെക്കമെൻഡ്, ഡെയിലി വാല്യൂസ് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഉൾപ്പെടുത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രിയൻ ഫാക്ട് ഇൻഫോർമേഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ന്യൂട്രിയൻ ഫാക്ടിനെ പറയുന്ന വേറൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, ന്യൂട്രിയൻ പാനൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അല്ലേ. FDA നിർബന്ധമായിട്ടും ഹ്യൂമൻ കൺസംഷൻ ചെയ്യുന്ന എല്ലാ ഫുഡ് പ്രൊഡക്റ്റിലും എന്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ന്യൂട്രിയൻ ലേബലിംഗ് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രിയൻ ലേബലിംഗ് വേണ്ടാത്ത ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് പ്രൊഡക്ട്സിലും ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സിലും ഒന്നും എന്ത് വേണ്ട, നമുക്ക് ഈ പറയുന്ന ന്യൂട്രീഷണൽ ലേബലിങ്ങിൻ്റെ ആവശ്യമില്ല. പിന്നെ ന്യൂട്രീഷണൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് എവിടെയൊക്കെ വരുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഹെൽത്ത് ക്ലെയിം എന്താ, ന്യൂട്രിയൻ ക്ലെയിം എന്താണ്, അലർജൻ ഇൻഫർമേഷൻ എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ആ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ആ ചാർട്ട് നമ്മൾ പഠിക്കണം. ഇനി അതിലൊരു പഴയൊരു ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യന് FSSAയ്ക്ക് ചോദിച്ച CFSO 2019 എക്സാമിന് ചോദിച്ചതാണ്, എ ഹെൽത്തി ഫുഡ് കണ്ടെയ്ൻ ട്രാൻസ് ഫാറ്റി ആസിഡ് കണ്ടന്റ് ഓഫ് അല്ലേ. ഒരു ഹെൽത്തി ഫുഡിൽ ട്രാൻസ് ഫാറ്റി ആസിഡ് എത്ര വേണം, അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് എത്ര വേണമെന്നാണ് പറയുന്നത്, <0.2 gram per serving, ഓപ്ഷൻ B <1 gram per serving, ഓപ്ഷൻ C <1 gram per serving, ഓപ്ഷൻ D <0.2 gram per serving. ഏതായിരിക്കും ഉത്തരം? ട്രാൻസ് ഫാറ്റി ആസിഡ് കണ്ടന്റ് എത്ര വേണം ഒരു ഹെൽത്തി ഫുഡ് ആയിട്ട്? ഈ ചാർട്ട് ഒന്ന് നോക്കിക്കേ, ഈ ചാർട്ട് നോക്കിക്കേ. ഇതിൽ ട്രാൻസ് ഫാറ്റ് ഫ്രീ എന്ന് പറഞ്ഞേക്കുന്നത് എന്താണ്? ട്രാൻസ് ഫാറ്റ് എന്ന് ഉദ്ദേശിച്ച ഫുഡ് കണ്ടെയ്ൻ <0.2 gram അല്ലേ. ട്രാൻസ് ഫാറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ട്രാൻസ് ഫാറ്റ് ഫ്രീ ആണെന്ന് പറയാം അല്ലേ. ഹെൽത്തി ഫുഡ് കണ്ടെയ്ൻ ട്രാൻസ് ഫാറ്റി ആസിഡ്. ഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതിൽ ട്രാൻസ് ഫാറ്റ് ഉണ്ടായിരിക്കില്ല അല്ലേ, ട്രാൻസ് ഫാറ്റ് ഫ്രീ ആയിരിക്കും. സോ <0.2 gram ആണ്. നെക്സ്റ്റ്, ലോ സോഡിയം ഫുഡ് ലേബലിംഗ് റെഫേഴ്സ് ടു ഡാഷ് ഓർ ലെസ് സോഡിയം പെർ സ്റ്റാൻഡേർഡ് സെർവിങ്. സോഡിയം കണ്ടന്റ് നോക്കിക്കേ, എത്രയാണ് സോഡിയം പറയുന്നത്, ലോ സോഡിയം എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയാണ്? 0.12 gram ആണ് അല്ലേ. ഫുഡ് സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസിന് നമ്മൾ നോട്ട് മോർ ദാൻ 0.12 gram ആണ് പറഞ്ഞിരിക്കുന്നത് ലോ സോഡിയം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ, ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്, ലോ സോഡിയം എന്ന് പറയുന്നത് ഇത് mgയിലാണ് കൊടുത്തേക്കുന്നത് അല്ലേ. നോട്ട് മോർ ദാൻ 0.12 gram ആണ്. 0.12 gram അല്ലേ നമ്മൾ പറഞ്ഞേക്കുന്നത്? അതെ, 0.12 gram ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ mg ആണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ mgയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 120 mg എന്നാണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു ഉത്തരം ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഇല്ല. പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഉത്തരവില്ലേ, 140 mg ആണ് കേട്ടോ. 140 mg ആണ് അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഉത്തരവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്യണം. ഇവിടെ എത്ര ട്രാൻസ് ഫാറ്റി ആസിഡ് ലെസ് ദാൻ 0.2 gram ആണ് ഹെൽത്തി ഫുഡിലുള്ള ട്രാൻസ് ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രീഷണൽ ലേബലിംഗ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.